ദൈവത്തെ അനുസരിച്ച് മോശെ അനുസരണം പഠിച്ച് ജനത്തെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിച്ചു. ദൈവജ്ഞാനം മനുഷ്യപ്രയം അകറ്റുന്നു. ജ്ഞാനിയായ വാസ്തുശില്പി. പുറപ്പാട് 31:1-5. മരുഭൂമിയിൽ വെച്ച് സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിലും ഉപകരണങ്ങളുടെ പണിയിലും പ്രധാന മേഖല നിർവഹിച്ചു. ജ്ഞാനത്തെ പ്രവർത്തികൾക്ക് പൂർണ്ണ നൽകാം. ദാവീദ്. ജ്ഞാനിയായ മധുരകാരകൻ. 1 ശമൂവേൽ 16:18. തന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളൊന്നിനെയും തന്റെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ദാവീദ് അനുവദിച്ചില്ല. ജ്ഞാനം ദീർഘവീക്ഷണം നൽകുന്നു. അതിലെ ജ്ഞാനവും സാമർത്ഥ്യവുമുള്ള ഭാര്യ. 1 ശമൂവേൽ 25:3-18. മതിലഹരിക്ക് അടിമയായ ഭർത്താവിനെ കുറവ് ചെലുത്തി വീട്ടുകാര്യങ്ങൾ തന്റെ അടുത്തോടെ നോക്കി നടത്തി. ജ്ഞാനം യഥാർത്ഥ തിരിച്ചറിവ് നൽകുന്നു. മഹാജ്ഞാനിയായ ഭരണതന്ത്രജ്ഞൻ. 1 രാജാക്കന്മാർ 3:5-14 വരെയും 1 രാജാക്കന്മാർ 4:21-34. ജ്ഞാനം എല്ലാ തലങ്ങളിലും പ്രാവർത്തികമാക്കാൻ കഴിയാത്തവരെങ്കിലും പ്രധാനപ്പെട്ട നിർവഹണം ഭംഗിയായി നടത്തി. മുൻഗണനകളെ മനസ്സിലാക്കുവാൻ ജ്ഞാനം ഉപകരിക്കും. ദാനിയേൽ. ജ്ഞാനിയായ ഉപദേഷ്ടാവും ഭരണതന്ത്രജ്ഞൻ. ദാനിയേൽ 5:11-20. ദൈവമായിരുന്ന നിരന്തര ബന്ധത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്താത്ത മനുഷ്യൻ ദുർബലർക്ക് ജ്ഞാനത്താൽ വിശദീകരണം നൽകി. ജ്ഞാനത്താൽ നിർഭയനായിരുന്നു. ജ്ഞാനികളായ ബാലനിരീക്ഷകർ. മത്തായി 2:1-12. ദൈവത്തിന്റെ ലോക സന്ദർശനം ജ്ഞാനത്താൽ ഗ്രഹിച്ചു. ജ്ഞാനത്താൽ ശരിയായ അപകടം ലഭിക്കുന്നു. ജ്ഞാനിയായ സുവിശേഷകൻ. അപ്പോസ്തല പ്രവൃത്തി 6:8-10. യവനവിധവന്മാരുടെ പരാതിക്ക് ഇടനിൽക്കാതെ വിതരണം ക്രമീകരിച്ച് യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചു. ജ്ഞാനം നിരസകർക്ക് ആർഹമായിട്ട് ലഭ്യമാക്കി. പൗലോസ്. ജ്ഞാനിയായ സന്ദേശവാഹകൻ. 2 തിമോഥെയോസ് 4:7-8, 2 പത്രോസ് 3:15. ദൈവസ്നേഹത്തെ അറിയിക്കുവാൻ ദീർഘയാത്രകൾ ചെയ്തു. സുവിശേഷത്തിന്റെ പ്രാധാന്യം ജ്ഞാനത്താൽ ഗ്രഹിച്ചു. വചനം പഠിക്കുക, പഠിപ്പിക്കുക, സഹത്തോടെ പ്രചരിപ്പിക്കുക. ക്രിസ്തു. ദൈവജ്ഞാനത്തിന്റെ മൂർത്തിഭാവം. ലൂക്കോസ് 2:40-52, 1 കൊരിന്ത്യർ 1:20-25. ജ്ഞാനത്താൽ ഉത്തമന്റെ ജീവിതം നയിച്ചു. ക്രൂശുമരണത്താൽ രക്ഷപ്പെടുത്തി ദൈവജ്ഞാനത്തിലുള്ള നിന്റെ ജീവിതം ലഭ്യമാക്കി.